വലുതല്ല, ഇപ്പോഴാണ് കറക്റ്റായി. അമ്മൂസേ എവിടെ പോവാ? സുഭാഷ് പാർക്കില്. സുഭാഷിന്റെ പാർക്കില് കുഴി വീഴുന്ന അമ്മുക്കുട്ടിയുടെ ഹെയർ സ്റ്റൈൽ ഇഷ്ടപ്പെട്ടോ ഗീസ്? അമ്മുക്കുട്ടിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിന്നെ നോക്കട്ടെ അമ്മു, കാണിക്കട്ടെ. അവിടെ നീ അവിടെ നിന്നേ, ഞാനൊന്ന് വീഡിയോ എടുക്കട്ടെ. ഇതുണ്ടോ ഗീസ്? ഇത് ആദ്യം കുറച്ചെടുത്ത് ഇവിടെ കെട്ടി, പിന്നെ ഇവിടെ കെട്ടി, പിന്നെ അമ്മുക്കുട്ടിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടല്ലേ? പാറുവിനെ ഞാൻ തലമുടി സ്റ്റൈൽ കെട്ടാൻ നോക്കിയിട്ട് പാറു സമ്മതിച്ചില്ല ഗൈസ്. പാറുവിന് ഈ സ്റ്റൈല് കാണിക്കേണ്ടത് കൊണ്ട് പാറുകുട്ടി വേറൊരു സ്റ്റൈല് സമ്മതിക്കത്തില്ല. പാറുവിന് ഇപ്പൊ കളർ മാത്രം കാണിച്ചാൽ മതി. അത് ഞാൻ അടച്ചോളാം. ആ പിന്നെ എല്ലാം കഴിഞ്ഞ് ഇറങ്ങാറായപ്പോ നീ കെട്ടിക്കോ എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ കെട്ടിക്കൊടുത്തില്ല അല്ലേ? എല്ലാവർക്കും ഒരു ഹൈ പറ. ബൈ പറ. ആ അതെ ഗൈസ്, ബൈ പറയാമോ? പോവാം. ബൈ. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞങ്ങളിതേ സുഭാഷ് പാർക്കിൽ പോകാൻ വേണ്ടിയിട്ട് ദേക്കുട്ടിയുടെ വീട്ടിൽ വന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും ദേക്കുട്ടി കുറേ സ്റ്റിക്കേഴ്സ് കൊടുത്ത് പാറക്കുട്ടിക്കും അമ്മുക്കുട്ടിക്കും. പാറക്കുട്ടി കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കി വെച്ചായിരുന്നു കേട്ടോ. അത് പക്ഷേ എടുക്കാൻ മറന്നു കൊണ്ട് കൊടുത്തില്ല. ഇത് ദേമോളുടെ വീട്ടിൽ നിന്നെടുത്ത ഫോട്ടോയാണ് കേട്ടോ. അങ്ങനെ ദേ നമ്മൾ അവിടുന്ന് സുഭാഷ് പാർക്കിലേക്ക് പോവുകയാണ്. എത്ര പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും എപ്പോഴും കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവിടെ പോയി കളിക്കാനായിട്ട്. അപ്പോൾ പോകുന്ന വഴി ഭയങ്കര ക്ഷീണമാണെന്നും പറഞ്ഞ് അമ്മുക്കുട്ടി ദേക്കുട്ടിയുടെ മടിയിൽ കിടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ സുഭാഷ് പാർക്കിലേക്ക്. അവിടെ ചെന്നപ്പോഴത്തേക്കിനും നല്ല രസമായിരുന്നു കേട്ടോ. അവിടെ നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കണ്ടു, ഒരുപാട് കളിച്ചു, ഐസ്ക്രീമൊക്കെ കഴിച്ചു. അങ്ങനെ മൊത്തത്തിൽ വെക്കേഷൻ ഒരു ദിവസം നമ്മൾ പൊളിച്ചു കേട്ടോ. നല്ല രസമായിരുന്നു. അങ്ങനെ പോയി നമ്മൾ സുഭാഷ് പാർക്കിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ പകൽ സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. സന്ധ്യ കഴിഞ്ഞിട്ടായിരുന്നു മിക്കപ്പോഴും വരുന്നത്. ഇത്തവണ എന്തായാലും കുറച്ച് നേരത്തെ നമ്മൾ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സുഭാഷ് പാർക്കിനുള്ളിലേക്ക് കയറാൻ പോവുകയാണ്. പാറക്കുട്ടിയും അമ്മുക്കുട്ടിയൊക്കെ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. എത്ര കളിച്ചാലും പാർക്കിൽ കളിക്കുന്നത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവർ അവിടുത്തെ ലൊക്കേഷനൊക്കെ തപ്പി പിടിച്ചിട്ട് അങ്ങോട്ട് പോവാം, ആദ്യം ഇങ്ങോട്ട് പോവാം, ആദ്യം അങ്ങോട്ട് പോകാം എന്നൊക്കെ പറഞ്ഞ് ഒറ്റ ഓട്ടമായിരുന്നു കേട്ടോ. പോയ വഴി തന്നെ തിരിച്ചു വന്നു. എന്നിട്ട് പറഞ്ഞു ആ സൈഡിൽ പിന്നെ പോകാം, നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ പോകാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനത്തെ ആ ഭാഗത്തേക്ക് കളിക്കാനായിട്ട് ഓടിപ്പോയിട്ടുണ്ട്. ഇവിടെ നല്ല രസമാണ് കേട്ടോ ഗീസ്. ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള കുറേ സ്പോട്ടുകളൊക്കെ ഉണ്ട്. കുറച്ച് നേരത്തെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിനും സമയം കിട്ടും കേട്ടോ. ഈ ഡേ ലൈറ്റിൽ തന്നെ നല്ല രസമായിട്ട് ഫോട്ടോ എടുക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ആദ്യമേ അതിനകത്ത് കയറിയിട്ടുണ്ട്. ഇതിൽ ഒന്നും കയറാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മുക്കുട്ടിക്കൊന്നും ഒരു പേടിയില്ലായിരുന്നു. അതുകൊണ്ട് എന്തായാലും രക്ഷപ്പെട്ടു. തന്നെത്താനെ കയറിക്കോളും, എങ്ങനെയെങ്കിലുമൊക്കെ പതുക്കെ ഇറങ്ങിക്കോളും കേട്ടോ. ഒരു സ്ഥലത്ത് മാത്രം കയറിയപ്പോൾ അമ്മുക്കുട്ടിക്കൊരു പേടിയുണ്ടായിരുന്നു കേട്ടോ, ചെറുതായിട്ട് താഴെ വീണ് പോകുമെന്ന്. അപ്പോൾ ഞാൻ പോയി എടുത്തു, അതുകൊണ്ട് രക്ഷപ്പെട്ടു. പിന്നെ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ കയറിയിട്ട് അടുത്തതെവിടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പോയപ്പോഴത്തേക്കിന് ഞങ്ങൾ പിടിച്ചിട്ട് ഫോട്ടോ എടുക്കാൻ പോകാമെന്നും പറഞ്ഞത് ആ ഒരു വലിയ ചെയർ കണ്ടില്ലേ, എന്തൊരു വലിയ ചെയറാണെന്നറിയോ. അത് നല്ല രസമായിരുന്നു കേട്ടോ അത് കാണാനായിട്ട്. പക്ഷേ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറാനോ അതിൻ്റെ പുറത്ത് കയറാനോ ഒന്നും പറ്റത്തില്ല. അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ കേട്ടോ. അങ്ങനെ കുട്ടികളെല്ലാം പിടിച്ച് നിർത്തി അവിടെ നിന്ന് ഫോട്ടോ എടുത്തു. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും നടന്നു പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ പോകുന്ന വഴി ഈ സാധനം കണ്ടപ്പോഴത്തേക്കും എനിക്കാകെ കൺഫ്യൂഷനായി ഗൈസ്. കാരണം ഇതേപോലൊരു സാധനത്തിൽ ഇപ്പോൾ പാറക്കുട്ടി അമ്മുക്കുട്ടിയും കയറിയതേ ഉള്ളായിരുന്നു. ഇത് പക്ഷേ ഈ സൈഡിലല്ലായിരുന്നു, ആ സൈഡിലായിരുന്നു കേട്ടോ. പിന്നെ മൊത്തം സെർച്ച് ചെയ്തപ്പോഴാണ് മനസ്സിലായത് അതേപോലത്തെ രണ്ട് സാധനങ്ങളുണ്ടായിരുന്നെന്ന്. അങ്ങനെ പാറക്കുട്ടി വന്ന് നമ്മെ നല്ല ഭംഗിയുള്ളൊരു മരമുണ്ട്, നമുക്ക് അവിടെ നിന്ന് പോയി ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനു മുന്നേ ഇവരിവിടെ കറങ്ങി കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും മൊത്തത്തിൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഒരുപാട് സ്ഥലമുണ്ട്. അതുകൊണ്ട് മസ്റ്റായിട്ടും എറണാകുളത്ത് വരുമ്പോൾ കുട്ടികളൊക്കെ ഈ സുഭാഷ് പാർക്കിൽ വരണം കേട്ടോ. പിന്നെ നമ്മൾ ക്ഷീണിക്കുമ്പോൾ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് റിലാക്സ് ചെയ്ത് ഫോട്ടോയൊക്കെ എടുത്ത് കുറേ കളിച്ചു കേട്ടോ. ഒരുപാട് നേരം കളിച്ചു. നമ്മൾ രാത്രിയാണ് തിരിച്ചു പോയത്. അങ്ങനെ മരത്തിൻ്റെ മുകളിലൊക്കെ നിന്ന് ഫോട്ടോ എടുത്തു. അപ്പോഴത്തേക്കിന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വന്ന കേസ് എനിക്ക് ഭയങ്കര സന്തോഷമായി. നമ്മുടെ വീഡിയോസൊക്കെ കാണാറുണ്ടെന്ന് പറഞ്ഞു. ഇത് ചമ്പക്കരയിലുള്ള കുട്ടികളാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവരുടെ കൂടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു.
അപ്പോൾ ഇനിയും നമ്മളെ ആരെങ്കിലും കാണുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഓടി വരണം കേട്ടോ. ആരും ഇങ്ങനെ മടിച്ച് നിൽക്കരുത്, നമ്മളെ ഓടി വന്ന് പരിചയപ്പെടണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നിങ്ങളെയൊക്കെ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെ അവരുടെ കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. ശരിക്കും ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങൾ ഇതിനുള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ. കുറച്ച് നേരത്തെ വരണം, ഡേ ലൈറ്റ് വന്നാലേ നമുക്കത് കിട്ടത്തുള്ളൂ. അങ്ങനെ നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് പോകാമെന്ന് വിചാരിച്ച് അവിടെ പോയപ്പോഴത്തേക്കിനും നല്ല ഭംഗിയുള്ളൊരു ഗാർഡനൊക്കെ കണ്ടു കേട്ടോ. പക്ഷേ അതിൻ്റെ അകത്തേക്കൊന്നും നമുക്ക് എൻട്രി ഇല്ല. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ അടുത്ത സബ്സ്ക്രൈബേഴ്സ് വന്നു കേട്ടോ. അപ്പോൾ എനിക്ക് വീണ്ടും സന്തോഷമായി. ഇതൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ്, അവരൊക്കെ നമ്മുടെ വീഡിയോസ് കാണാറുണ്ടെന്ന് പറഞ്ഞു. ഇതെല്ലാം എറണാകുളത്തുള്ള കുട്ടികൾ തന്നെയാണ് കേട്ടോ. എനിക്ക് എന്തായാലും ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മളെ ആരെങ്കിലും കാണുവാണെന്നുണ്ടെങ്കിൽ ഓടി വന്നേക്കണം കേട്ടോ. ആൻറ്റിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളെല്ലാവരെയും. അങ്ങനെ നമ്മൾ അവിടെ നിന്നും ഫോട്ടോസ് എടുത്തിട്ട് ഈ ഒരു ഭാഗത്തേക്ക് വന്നു. ഇത് പാർക്കിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ. എന്ത് രസമാണെന്നറിയാമോ ഈ ഒരു സമയത്ത് അവിടെ പോകാനായിട്ട്. ആക്ച്വലി നല്ല ചൂടുള്ള സമയമായിരുന്നു, പക്ഷേ നല്ല തണുത്ത കാറ്റാണ് കേട്ടോ അവിടെ. പിന്നെ ഈ സൺസെറ്റൊക്കെ കാണാനായിട്ട് നമുക്ക് പറ്റും. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ. കുറേ സമയം നമ്മൾ അവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്തിട്ടാണ് പോയത്. നല്ല തണുത്ത കാറ്റൊക്കെ വീശുന്നുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മുക്കുട്ടി അവിടെ കിടക്കുമായിരുന്നു കേട്ടോ. കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ കിടന്ന് കാറ്റൊക്കെ കൊണ്ട് റിലാക്സ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും കുട്ടികൾ പറഞ്ഞു നമുക്ക് പോവാം, ഇനി ഐസ്ക്രീം കഴിക്കാൻ തോന്നുന്നു പറഞ്ഞു കേട്ടോ. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് സമയം കൂടെ അവിടെ ഇരിക്കണമെന്നുണ്ടായിരുന്നു. ആ ചൂടത്ത് അത്രയും രസമായിരുന്നു കേട്ടോ അവിടെ ഇരിക്കാനായിട്ട്. പാർക്കിലിരിക്കുന്നതിനേക്കാളും രസമായിരുന്നു ഈ ഒരു ഭാഗത്ത് വന്നിരുന്നപ്പോഴത്തേക്കിനും. അങ്ങനെ നമ്മൾ പതുക്കെ അവിടുന്ന് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ എന്തൊക്കെയുണ്ട് നമ്മുടെ കുട്ടികൾക്ക് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. വെക്കേഷനായിട്ട് എന്തൊക്കെയാണ് പരിപാടികൾ? ബാക്ക് ടു സ്കൂൾ സാധനങ്ങളൊക്കെ വാങ്ങിയോ? ബുക്ക് വാങ്ങിയോ? യൂണിഫോം വാങ്ങിയോ? ഡ്രസ്സുകളൊക്കെ എടുത്തോ? പിന്നെ എന്തൊക്കെയാണ് പ്ലാനുകൾ? വെക്കേഷൻ പരിപാടികൾ എന്തൊക്കെയാണ്? ട്രിപ്പ് വല്ലതും പോയോ? എന്തൊക്കെയാണ് എല്ലാം കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മൾ പതുക്കെ ചെരുപ്പൊക്കെ ഇട്ടിട്ട് ഐസ്ക്രീം കഴിക്കാനായിട്ട് ഓടിപ്പോവുകയാണ് കേട്ടോ. പക്ഷേ ഇങ്ങനെ പോകുന്ന വഴി രണ്ടുപേരല്ല 3 പേർക്കും ഒരേപോലെ ഐസ്ക്രീം ഒന്നും വേണ്ട, കളിച്ചാൽ മതിയെന്ന് വന്നു കേട്ടോ. അപ്പോൾ സൈഡിലായിട്ട് കളിക്കുന്നൊരു സ്പേസ് കണ്ടപ്പോഴത്തേക്കിനും അമ്മ ഐസ്ക്രീമൊക്കെ നമുക്ക് പിന്നെ കഴിക്കാം, ഇപ്പം വീണ്ടും നമുക്ക് കളിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ സത്യമായിട്ടും അങ്ങനെ പ്രതീക്ഷിച്ചില്ല. കാര്യം 3 പേരും നല്ല ഐസ്ക്രീം കുതിയന്മാരാണ്. അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് കളിച്ചാൽ മതിയെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ശരി കളിച്ചോട്ടെ എന്ന്. അങ്ങനെ വീണ്ടും ആ പാർക്കിനുള്ളിലേക്ക് വന്നു. ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് കളിക്കുകയാണ് കേട്ടോ. ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 3 പേരെയും കൂടെ ഒരുമിച്ച് കണ്ടുപിടിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. കുറേ സ്ഥലങ്ങളുണ്ട്, കുറേ സാധനങ്ങളുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുട്ടികൾ എന്തായാലും ഈ സമയത്ത് ചെന്നതുകൊണ്ട് ശരിക്കും നല്ല തിരക്ക് കുറവായിരുന്നു കേട്ടോ. അങ്ങനെ അമ്മുക്കുട്ടിയും പാറക്കുട്ടിയും ദേക്കുട്ടിയും ഒക്കെ സ്ലൈഡിലും പിന്നെ ആ സൈഡിലുള്ള എന്തൊക്കെയോ കുറേ സാധനങ്ങളിലൊക്കെ കയറി കളിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ആ സമയത്ത് സൈഡിൽ നിന്ന് റെസ്റ്റ് എടുത്ത് കേട്ടോ. ചൂടൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ലായിരുന്നു കേട്ടോ. കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളവരും ഇവിടെ വരാൻ ഇഷ്ടമുള്ളവരും ഇവിടെ വരാൻ ആഗ്രഹമുള്ളവരും ഒക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ ഒരു സുഭാഷ് പാർക്കിൽ അമ്മുക്കുട്ടിക്ക് എത്ര പ്രാവശ്യം സ്ലൈഡിൽ കയറിയാലും മതിയാവത്തില്ല. അമ്മുക്കുട്ടിയെ പോലെ സ്ലൈഡിൽ കയറാൻ ഇഷ്ടമുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ കുറേ നേരമൊക്കെ അവിടെ ഇങ്ങനെ കളിക്കാം എന്നൊക്കെ പറഞ്ഞ് നിന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് ബോറടിച്ച് തുടങ്ങി കേട്ടോ. ഇവരെ 3 നേരമായിട്ട് കാണുന്നുമില്ല. അങ്ങനെ ഐസ്ക്രീം മേടിക്കാമെന്നും പറഞ്ഞ് എല്ലായിടത്തിനെയും ബുക്ക് ചെയ്ത് നമ്മൾ ഐസ്ക്രീം ഷോപ്പിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ വന്നപ്പോഴത്തേക്കിനും അവർ ചോദിച്ച കുറേ ഐസ്ക്രീംസ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഉള്ളത് ഏതെങ്കിലും മേടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അമ്മുക്കുട്ടിക്ക് സ്ട്രോബെറി ഐസ്ക്രീം മതിയെന്ന് പറഞ്ഞു. പാറക്കുട്ടിക്ക് ചോക്കോബാർ മതി എന്ന് പറഞ്ഞു. ദേക്കുട്ടിക്കും ചോക്കോബാർ മതി, എനിക്കും ചോക്കോബാറായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും അങ്ങനെ ചോക്കോബാറൊക്കെ വാങ്ങി നല്ല സുഖമായിരുന്നു ചൂടത്ത് ഐസ്ക്രീമൊക്കെ കഴിച്ചപ്പോഴത്തേക്കിനും. അങ്ങനെ നമ്മൾ ഐസ്ക്രീമൊക്കെ വാങ്ങി റിലാക്സ് ചെയ്ത് കുറേ നേരം അവിടെ ഇരുന്ന് കേട്ടോ. അപ്പോഴേക്കും കുട്ടികൾക്ക് ഐസ്ക്രീം മാത്രം പോരാ, ലേസും കുർക്കുറയും ഒക്കെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അതും വാങ്ങിക്കൊടുത്തു കേട്ടോ. അവർ തന്നെത്താനെ പോയി മേടിച്ചോളും. നമുക്കവിടെ സൈഡിൽ ഇരിക്കാനൊക്കെയുള്ള സ്ഥലം ഉണ്ടായിരുന്നു. ഞങ്ങൾ ടയേർഡായിട്ട് അവിടെ കുറച്ച് നേരം ഇരുന്ന് കേട്ടോ, റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കോഫിയും കുടിച്ചു ഗൈസ്. എനിക്ക് കോഫി ഭയങ്കര ഇഷ്ടമാണ്. കോഫി ഇഷ്ടമുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അമ്മുക്കുട്ടി ഇത് ലേസൊക്കെ ചെറിയ പാക്കറ്റാണ് വാങ്ങിക്കൊടുത്തത്, അതേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ.
ഐസ്ക്രീമും ലേസും ഒക്കെ വാങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്തൊക്കെയോ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞ് വീണ്ടും അവിടെ പോയി നിന്ന് വാങ്ങിയാണ് കേട്ടോ. കുർക്കുറെ. ഈ സമയത്താണ് ഞാനൊരു കോഫിയൊക്കെ കുടിച്ചത്. കോഫി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. അമ്മുക്കുട്ടിക്ക് ഈ കുർക്കുറെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പാറുക്കുട്ടിക്കും ഇഷ്ടമാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും രാത്രിയായി. അമ്മുക്കുട്ടിക്ക് വയറുവേദന എടുക്കുന്നതെന്നും പറഞ്ഞ് മാറിയിരിക്കുകയാണ് കേട്ടോ. അമ്മുക്കുട്ടി കുറേ ടയേർഡായിരുന്നു. ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കയറി കഴിഞ്ഞപ്പോഴത്തേക്കിനും അമ്മുക്കുട്ടി ഭയങ്കരമായിട്ട് ക്ഷീണിച്ചല്ലേ അമ്മുക്കുട്ടി? പക്ഷെ എനിക്കിഷ്ടമാണ് ഈ സ്ഥലം. പക്ഷെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ വയറുവേദന മാറി. പിന്നെ ഞാൻ രാത്രി തൊട്ട് കളിച്ചു. പിന്നെ എനിക്കിഷ്ടമാണ് കളിക്കാൻ. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കളിക്കുക. പിന്നെ ഞാൻ തിരിച്ചു കഴിഞ്ഞിട്ട് ഇറങ്ങിയാണ് ചെരുപ്പിടുവാന്ന്. ആ സമയത്താണ് എന്തോ ഒരു സംശയം വന്നത്. പിന്നെ ആ സമയത്താണ് ഞാൻ എൻ്റെ അമ്മേൻ്റെ കൂടെ വന്നത്. പിന്നെ ഞാൻ നേരെ എവിടെയെങ്കിലും കളിക്കാൻ പോകുന്നു വേറെ സ്ഥലത്ത്. പിന്നെ അവിടെ ഈ സ്ഥലത്ത് അങ്ങോട്ട് ചാടി പോകേണ്ടതാണ്. അപ്പോൾ ആ സ്ഥലത്ത് ആണ് ഒരു സ്ലൈഡിൽ വന്ന് കളിച്ചാന്ന്. 2 സ്ലൈഡുള്ളന്ന്. ഒരു സൈഡിൽ 3 സ്ലൈഡ്, പിന്നെ ഒരു സൈഡിൽ 1 സ്ലൈഡ്. പിന്നെ ഞാൻ കുറേ നേരം കളിച്ചിട്ട് എൻ്റെ ദയ്യ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതവളുടെ രാവിലെ ഇരുന്നാണ്. പിന്നെ ഞാനും ദയ്യ പാറും കളിക്കാം സ്ലൈഡ്. പിന്നെ കുറേ പ്രാവശ്യം അങ്ങനെ കളിച്ച് എനിക്ക് സന്തോഷമായാണ്. അങ്ങനത്തെ അവർ ആ സ്ലൈഡിൽ കളിക്കുന്ന സമയത്ത് നമുക്ക് സൈഡിൽ ഇരിക്കാൻ സീറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടെ ഇരുന്ന് റിലാക്സ് ചെയ്യുന്ന സമയത്ത് കുട്ടികൾ തകർത്ത് കളിക്കുകയായിരുന്നു കേട്ടോ. ഈ ഒരു സ്വിങ്ങിലൊക്കെ കുറേ നേരം ആടി അവസാനം ആ ഒരു പാർക്ക് പൂട്ടിയപ്പോഴാണ് ഗൈസ് ഞങ്ങൾ അവിടെ നിന്ന് പോയത്. വിളിച്ച് ഇത്രയും കളിച്ചിട്ടും കുട്ടികൾക്ക് മതിയായില്ലെന്ന് കേട്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഗൈസ്. അങ്ങനെ എനിക്കും ദയ്യയ്ക്കും പാറുവിനും മതിയായിട്ടില്ല കളിക്കാൻ. പക്ഷെ കുറേ സെക്യൂരിറ്റി ചേച്ചിമാരൊക്കെ പറയുന്നുണ്ടായിരുന്നു പോവാൻ. പക്ഷെ അതും കേൾക്കാണ്ട് ഞാൻ 2 വട്ടം സ്ലൈഡ് ഓടിയാണ്. പിന്നെ ഞാൻ അത് നിർത്തിയിട്ട് ഞാൻ വീട്ടിൽ പോകാൻ തിരിച്ച്. അപ്പോൾ ഗൈസ് നമ്മൾ തിരിച്ചിനി വീട്ടിലേക്ക് പോവുകയാണ്. ഇത് പൂട്ടുന്ന സമയമായി ഗൈസ്, ക്ലോസ് ചെയ്യുന്ന സമയമായതുകൊണ്ട് ഞങ്ങൾ പോയി. അപ്പോഴത്തേക്കിനും ദയയുടെ പപ്പ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മളെടുത്ത കുറേ ഫോട്ടോസ് ഇതിനകത്ത് പോസ്റ്റ് ചെയ്യാൻ കേട്ടോ. ഇത് കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലായിരുന്നു ആ മരത്തിൻ്റെ അവിടെ നിന്ന് എടുത്തതാണ്. നല്ല രസമായിരുന്നു കേട്ടോ ആ മരത്തിൽ. ഇത് അമ്മുക്കുട്ടി ഇങ്ങനെ മേലെ കയറിപ്പോയപ്പോൾ ഞാൻ എടുത്ത ഫോട്ടോയാണ്. ഇത് ആ പാർക്കിൻ്റെ ബാക്ക് സൈഡിൽ പോയി കാറ്റ് കണ്ടുകൊണ്ടിരുന്ന സമയത്ത് എടുത്ത ഫോട്ടോയാണ്. നല്ല രസം കേട്ടോ. ആരെങ്കിലും സുഭാഷ് പാർക്കിൽ വന്നു കഴിഞ്ഞാൽ ഈ ബാക്ക് സൈഡിലും കൂടെ പോകണം കേട്ടോ. പിന്നെ ആ ബാക്ക് സൈഡിൻ്റെ സൈഡിലായിട്ട് ഒരു ഗാർഡൻ പോലൊക്കെയുള്ള ഒരു സ്ഥലമുണ്ട്. അവിടെ നല്ല കുറേ സ്പോട്ടുകളുണ്ട് കേട്ടോ. ഈ അമ്മുക്കുട്ടി അങ്ങ് ഓടിപ്പോയത് കാരണം അമ്മുക്കുട്ടിയെ കിട്ടിയില്ല ഫോട്ടോ എടുക്കാനായിട്ട്. ഇതെല്ലാം നമ്മുടെ കുട്ടി സബ്സ്ക്രൈബേഴ്സാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെയൊക്കെ അടുത്ത് പോയി നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട്. വേറെ കുറേ ഫോട്ടോസും ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ ആ ഗാർഡൻ്റെ ഒക്കെ അടുത്ത് നിന്നിട്ട് ഫോട്ടോ എടുത്തായിരുന്നെന്ന്. ഇത് അമ്മുക്കുട്ടിയും ദേക്കുട്ടിയും ആ മരത്തിൻ്റെ അടുത്ത് നിന്നെടുത്ത ഫോട്ടോയാണ് കേട്ടോ. ഈ മരമില്ലേ കുറേ ഫോട്ടോസ് ഇതിൻ്റെ അടുത്ത് നിന്ന് എടുത്തായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. പിന്നെ ഇതെല്ലാം നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ്. എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നത്. അങ്ങനത്തെ ഈ ഫോട്ടോസൊക്കെ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ആരെങ്കിലുമൊക്കെ അവിടെ പോവുകയാണെങ്കിൽ ഫോട്ടോ എടുക്കണം. ഈ മരത്തിലൊക്കെ കയറി നിന്ന് ഫോട്ടോ എടുത്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ആ മരത്തിൽ കയറാൻ പാടില്ലായിരുന്നു എന്ന്. സത്യം പറഞ്ഞാൽ അറിയത്തില്ലായിരുന്നു കേട്ടോ. അങ്ങനെ കയറാൻ പാടില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും പോകത്തില്ലായിരുന്നു. എല്ലാം കഴിഞ്ഞപ്പോഴാണ് ആ സെക്യൂരിറ്റി ചേച്ചി വന്നിട്ട് അവിടെ വേറെ ഫോട്ടോ എടുക്കാൻ പോയവരോട് പറഞ്ഞത് അവിടെ പോകില്ലെന്ന് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ഫോട്ടോയൊക്കെ എടുത്ത് ഇറങ്ങിയായിരുന്നു. പിന്നെ ആ ഒരു കസേരയുടെ അടുത്ത് പോയി നിന്നെടുത്ത ഫോട്ടോയാണിത്. ആ കസേര സൂപ്പറാണ് ഗൈസ്. അങ്ങനെ നമ്മൾ സുഭാഷ് പാർക്കിൽ പോയ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ടാറ്റാ ബൈ ബൈ ഉമ്മ.